ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മുടെ നോമ്പ് 17-ാം രാവിൻ പതിരീങ്ങളാണ്ടിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നോമ്പിൻ്റെ വിശേഷങ്ങളൊന്നും അങ്ങനെ വീഡിയോ ഇടാറില്ല കേട്ടോ, ഒക്കെ എടുത്ത് വെക്കാറുണ്ട്. പക്ഷേ വോയിസ് കൊടുക്കാനും എല്ലാത്തിനും ഭയങ്കര മടിയാട്ടോ. ഒന്നാമത് ആ ടൈം ഉണ്ടെങ്കിൽ നിസ്കാരവും കാര്യവും ഓത്തും ഒക്കെ ഇരുന്ന് ചെയ്യാലോ എന്ന് കരുതും. വീഡിയോ ഇടാമെന്ന് ഇങ്ങനെ കരുതും കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് നിറയെ ചെടികളും പൂക്കളൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നും കാലത്ത് തന്നെ ഇതൊക്കെ കണ്ട് ഈ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബദരീങ്ങൾ കണ്ടായിട്ടുണ്ടെങ്കിൽ പള്ളിക്കന്ന് അരിയും ഇറച്ചിയും കിട്ടും കേട്ടോ. അപ്പോൾ ഓരോ നാട്ടിൽ പല രീതിയിലാണ്. ഇവിടെ ഇറച്ചിയും അരിയാണ് കിട്ടാറ് കേട്ടോ. അപ്പോൾ ഞാൻ ഇറച്ചിയൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് നെയ്ച്ചോറിൻ്റെ അരിയാണ് കേട്ടോ, ബിരിയാണീൻ്റെ അരിയാണ്. അപ്പോൾ ബീഫാണ് കേട്ടോ, ബീഫ് കറിയും പിന്നെ നെയ്ച്ചോറും ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പം ബീഫൊക്കെ നന്നായിട്ട് മുറിച്ച് കഴുകിയതിന് ശേഷം നന്നായിട്ട് വെള്ളം വാർന്നതിന് ശേഷം അതിലേക്ക് ഒരു സവാളയും പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് നരണ്ടിയതിന് ശേഷം കുക്കറിൽ വെച്ചിരിക്കുക കേട്ടോ. കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ കറിയായിട്ടല്ല എങ്കിലോ പിന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടും വേണമെന്ന് വെച്ചിട്ട് ആ രീതിയിലാട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ഒരു 6 വിസിലടിച്ചതിന് ശേഷം ഞാനത് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ ചീനച്ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ 2-3 പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്. അതിന് ശേഷം ചോപ്പറിൽ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി എനിക്ക് മുറിച്ചെടുക്കാൻ ഭയങ്കര പണിയാണ്, ഭയങ്കര കരച്ചിലാവും കേട്ടോ. കണ്ണ് നിറയിട്ട് പിന്നെ ചെറിയ ഉള്ളി മുറിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ചോപ്പറിലാകുമ്പോൾ ഒന്നിങ്ങനെ കറക്കി എടുത്തിട്ടതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണയിലേക്കാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ അധികം ഇല്ല കേട്ടോ, വെളിച്ചെണ്ണയും പിന്നെ സൺഫ്ലവർ ഓയിലും കൂടിയിട്ട് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിരിക്കുകയാണ്. അതിന് ശേഷം അതിലേക്ക് 2-3 ഇല്ലി കേട്ടോ വെളുത്തുള്ളി എടുത്തിട്ട് പിന്നെ അതിൽ കൂടെ തന്നെ ഒരു കഷ്ണം ചെറിയ ഉള്ളി ഇഞ്ചി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നോമ്പ് നോറ്റിട്ട് വോയിസ് കൊടുക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാത്രിയായാൽ പിന്നെ അതിനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈമിൽ ഇരുന്നിട്ട് വോയിസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കര അതുണ്ടാവും, വോയിസ് കൊടുക്കാതെ ഇരുന്നിട്ട് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വന്നു കേട്ടോ. പിന്നെ തോന്നും വീഡിയോ ഇട്ടിട്ടൊന്നും അങ്ങനെ ആരും കാണുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും റിസ്ക് എടുത്തിട്ട് വീഡിയോ ഇട്ടിട്ട് ആരും കാണുന്നില്ല. പിന്നെ വീഡിയോ ആണെങ്കിൽ ഒന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു ദിവസം പിടിക്കുക. അപ്പോൾ ഭയങ്കര നെറ്റ് ഇതുണ്ട് കേട്ടോ. ഇവിടെ തീരെ റേഞ്ച് ഇല്ല, അപ്പോൾ നെറ്റ് സ്ലോ ആണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇടാനൊക്കെ മടിയാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബീഫിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെ വീഡിയോ എടുക്കുന്ന കാരണം അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ നല്ലോണം വേവിച്ച് വെച്ചാൽ നമ്മളെ ബീഫില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ നെയ്ച്ചോറ വെക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഇന്നത്തെ പരിപാടി കഴിയുമല്ലോ. പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് ഖുർആനൊക്കെ ഓതി അതെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ അടുക്കളയിൽ കയറിയിട്ടുള്ള പരിപാടി ചെയ്യുള്ളൂ. അപ്പോൾ ഇരുന്ന് ഓത്തും കാര്യങ്ങളൊക്കെ ചെയ്താൽ പിന്നെ നമുക്ക് പിന്നെ അവസാനം ലാസ്റ്റ് നമ്മളെ പരിപാടിക്ക് നോക്കാമെന്ന് കരുതിയിട്ടായിരിക്കും ഞാൻ. അപ്പോൾ നമ്മളെ ബീഫായിട്ടുണ്ട്. അങ്ങനെ അത് റെഡി ആയതിന് ശേഷം ഞാൻ ഗ്യാസ് തന്നെ നമുക്ക് കുക്കറിൽ 2 വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ നെയ്ച്ചോറാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബീഫും നെയ്ച്ചോറും പിന്നെ എന്നത്തെയും പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പൊരിച്ച കടി ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞാൻ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടൊന്ന് കുറച്ച് 2 ചെറുപഴം പിന്നെ കുറച്ച് പാൽ കൊടുത്തിട്ടുണ്ട്. പാലിൻ്റെ കൂടെ തന്നെ പിന്നെ നമുക്കൊന്ന് ഒരു ഏലക്കായ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ കരുതി എനിക്ക് നല്ല ഇഷ്ടമാണ് നമ്മളുടെ അവിൽ മിൽക്ക് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അതവിടെ റെഡിയാക്കി വെച്ചതിൻ്റെ കൂടെ തന്നെ പൊരിച്ച കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. 2 മുട്ടയും അതൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കായ ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും, പക്ഷേ കഴിക്കാൻ ഭയങ്കര ഇതാവും കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ച് വെള്ളമൊക്കെ കുടിക്കുമ്പോൾ തന്നെ പള്ളം നിറയും, റാഹത്താവും കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമടിക്കാറ് ഓരോ ദിവസം പല തരത്തിലാക്കിയിട്ട് ഇന്നിപ്പോൾ മാങ്ങ ഇഞ്ചും കൂടിയിട്ട് വെള്ളമടിച്ചിട്ടുണ്ട്. പിന്നെ പച്ചവെള്ളവും പിന്നെ അങ്ങനെ ഒരു ചെറിയ കഷ്ണം ചക്കരമത്തനും പിന്നെ കുറച്ച് മുന്തിരിങ്ങി ഇതെല്ലാം കൂടിയിട്ട് അൽഹംദുലില്ലാ
റാഹത്തായിട്ട് കേട്ടോ നോമ്പറന്ന്. പിന്നെ നമ്മൾ നെയ്ച്ചോറ് വെച്ചിട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കഴിക്കാറ് കേട്ടോ. അപ്പോൾ വീട്ടിൽ പോയിട്ട് നോമ്പറന്നു. അൽഹംദുലില്ലാ റാഹത്തായിട്ട് കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം പിന്നെ ജ്യൂസും പിന്നെ ഈത്തപ്പഴം എല്ലാം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചോറൊന്നും വേണ്ട കേട്ടോ. ചോറായാലും കടിയായാലും ഒന്നും വേണ്ട, പേരിനൊന്ന് തിന്നെന്ന് മാത്രം. പിന്നെ അത്താഴത്തിനെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നോമ്പറക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ നാട്ടിൽ കർമ്മ റോട്ടിൽ പോയിട്ട് പൊന്നാനി കേട്ടോ ഇവിടുന്ന് ഡ്രസ്സ് എടുക്കാൻ പോയി. അങ്ങനെ ഒരു ചുരിദാർ കൊടുത്ത്